ഫേമസ് ആയ കുറേ ആഡ് ഫിലിംസ് ഡയറക്റ്റ് ചെയ്ത ഒരാളാണല്ലോ സർ. അപ്പോൾ എങ്ങനെയാണ് ഒരു ആശയം ഉണ്ടാവുന്നതും അതിനെ സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരുന്നതും? ആഡ് ഫിലിം എന്താ പറയുക, ആഡ് ഫിലിം ചെയ്യുമ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, പേടിയുണ്ടാവും. പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി പിന്നെ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു ഇതിലോട്ട് പോകണം. ഇടയ്ക്ക് വരെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. കാര്യം അത് നിങ്ങൾക്കറിയാലോ, ഒരു ആഡ് ഫിലിം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവരികയാണ്. ലൈക്ക് സെക്കൻഡ്സ്. നമ്മളൊരു ഫിലിം പറയുന്ന ഒരു ഫ്രീഡം അവിടെ കിട്ടുന്നില്ല. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 സെക്കൻഡ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ കൊണ്ടുവരുന്നു. എന്നാൽ അതേസമയം അതിലേക്ക് വരുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന കമ്പോണൻസ് ഓൾമോസ്റ്റ് സെയിമുമാണ്. അതിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതിലേക്ക് മറ്റുള്ള എഫക്ട്സും പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, കോസ്റ്റ്യൂംസ്, സ്റ്റൈലിസ്റ്റ്, എല്ലാ കാര്യങ്ങളും അതിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് ഈ ഒരു ചെറിയൊരു ഡ്യൂറേഷൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ അല്ലേ, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു റീതിങ്കിങ്ങിനോ അല്ലെങ്കിൽ റീവർക്കിനോ അല്ലെങ്കിൽ സമയമില്ല. ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. കാരണം ഇവരെല്ലാവരും നമ്മൾ ഹയർ ചെയ്യുന്നതാണ്, ഓരോരുത്തർ സമയവും നമ്മൾ ഹയർ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു ദിവസം റീടേക്ക് എടുക്കാനുള്ളൊരു അവസരം അതിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പ്രിയംറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ കുറേ എടുക്കണം. ഒന്ന്. രണ്ട്, ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയും ഷുഡ് ബി ഫൈൻ, റൈറ്റ്, ഓക്കെ എന്ന് പറഞ്ഞാൽ അവരോട് പോകും. നേരെ മറിച്ച് മറ്റുള്ള ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻ്റ് ആയിട്ടുള്ള ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ ടു ആൻഡ് ഫ്രോ കാര്യങ്ങളുണ്ട്. ഒന്ന് ശരിയായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ്വൽ മാറ്റാം, പലതും ചെയ്യാം, ഇതൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ് ആസ് ലൈക്ക് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും അതേസമയം ഒരു റിസ്ക് ആയിട്ടും ഒരു അഡ്വഞ്ചറസ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ രണ്ട് തരം ആഡ് ഫിലിംസ് ഉണ്ട്. ഒന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ പ്രോഡക്ട്സ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ഓൺ ടു ദ സബ്ജക്റ്റ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആഡ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ ജ്വല്ലറിയെ കാണിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മറ്റേതിനും പ്രൊഡക്ട്സ്, ഇപ്പോൾ പെർഫ്യൂം ആണെന്ന് നേരെ പ്രൊഡക്റ്റ് ഷോട്ടിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കാണിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്ത ആഡ്സ് അധികം ആണെന്നുണ്ടെങ്കിൽ ഒരു ഹുക്ക് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റഫേഴ്സ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അതാണ് എനിക്ക് ഇഷ്ടം. അത് തന്നെയാണ്.